ഹായ് ഹലോ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഒരു 6 വർഷത്തിന് ശേഷം നമ്മൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു മീറ്റപ്പ് പോലെ ഒരു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് ഒരു കഫേയിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളുടേതായ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോ. എന്നിട്ട് ഭയങ്കര ബിൽഡപ്പ് കൊടുക്കാൻ പറ്റിയൊരു വീഡിയോ അല്ല, എന്നാലും നമുക്ക് ചില മൊമെൻറ്റ്സ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടില്ല. അതിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ മൊമെൻ്റാണിത്. അപ്പോൾ ഒരു 6 വർഷത്തെ കണക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പവിത്ര എന്നാണ് അവളുടെ പേര്. നമ്മൾ ഒരുമിച്ച് പോകാൻ കാരണം എൻ്റെ കുടുംബ വീടും ഇവളുടെ കല്യാണം കഴിച്ചവളെ കൊണ്ടുവന്ന വീടും നമ്മൾ അടുത്തടുത്താണ്, നൈബേഴ്സ് ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പോകും. ഈ ഒരു 6 വർഷത്തെ കണക്ക് ഞാൻ പറയാൻ കാര്യം, നമ്മൾ 5th മുതൽ 10th വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ 6 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പം 4 പേരും ഒരുമിച്ച് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി അവർ രണ്ടുപേരെയും കൂടി കാണാനുണ്ട്. ഇനിയുള്ള 2 പേര് ഗൗരി ബി ആൻഡ് ഗൗരി നന്ദന. 10th കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ 4 പേരും ഒരു കോളേജിൽ ഒരേ കോഴ്സ് എടുത്ത് പഠിക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇരുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. 4 പേരും നാല് സ്ഥലത്ത് ഡിഫറെൻറ്റ് കോഴ്സസാണ് പഠിച്ചത്. അപ്പോൾ ഇനി ഇങ്ങനൊരു മീറ്റപ്പ് നടക്കുമെന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ക്ലിഫിലെത്തിയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഈ ടൈമിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്രയും വണ്ടിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര തിരക്കായിരിക്കുമെന്ന്. എന്നാലും വലിയ തിരക്കില്ല, ഇതല്ല ഇവിടുത്തെ തിരക്ക്. അങ്ങനെ ഇത് ആ ടൈമെത്തി, നമ്മളങ്ങനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ കോൾ ചെയ്തിട്ട് എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മൾ കൺഫേം ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. ബാക്കി നമുക്ക് കാണാം. ചില്ല ഇന്നു പൂവിട്ടുവോ, പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൻ്റെ അവസാനം നമ്മൾ നമ്മുടെ കഫേ തപ്പി പോവുകയാണ്. കഫേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് BLG സർഫ് ബിസ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയാണ്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ അത് ഒരുപാട് അങ്ങ് ദൂരെ പോകണമെന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്ത് നമുക്ക് കാണുമ്പോൾ ഒരു കുറച്ച് എസ്തെറ്റിക്കൊക്കെ പോലെയുള്ള ഒരു കഫേ കാണുമ്പോൾ നമുക്കവിടെ കയറാനായി നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം നമ്മുടെ സംസാരത്തിനും നമ്മുടെ പഴയ വിശേഷങ്ങൾക്കൊക്കെ ഇടയിൽ നമ്മൾ ഒരുപാട് ഈ സൈഡിൽ കാണുന്ന സ്റ്റോറൊന്നും നമുക്കങ്ങനെ നോക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ തിരക്കി ഒരുപാട് കഫേ നമ്മൾ കണ്ടു. എന്നത്തെയും പോലെ വലിയ തിരക്കില്ല. ഞാൻ ഇതിനെക്കാട്ടി തിരക്ക് പ്രതീക്ഷിച്ചു, പക്ഷേ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം കഫേകൾ ഒരുപാട് കാണുന്നെങ്കിലും എല്ലാം ഫില്ലായിട്ടായിരുന്നു ഇരുന്നത്. എല്ലാവരും വന്നവരെല്ലാം കഴിക്കാൻ കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് ഫുഡ് കഴിക്കാതെ, വീട്ടിൽ ഫുഡുണ്ട്, ഞാൻ രാവിലെ കാപ്പി കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ ഇവരും എല്ലാവരും നല്ല വിശന്നൊക്കെ ആയിരുന്നു നിന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തിക്ക് ശേഷം നമ്മൾ തീരുമാനിച്ചു വന്നതൊരു കഫേ, നമ്മൾ കയറിയതൊരു കഫേ ആയിപ്പോയി. നേരെ ചൊവ്വേ കഫേയുടെ ഇതെടുക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാനിൻ്റെ ലോഗോ എടുത്ത് വെച്ചിട്ടുണ്ട്, സൺറൈസ് എന്നാണ്. അപ്പോൾ നല്ല കിടിലൻ ബീച്ച് വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു കഫേ ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് വ്യൂ മാത്രം പറ്റില്ല, നമുക്ക് ഫുഡിന് ടേസ്റ്റും കൂടി വേണ്ടേ. അങ്ങനെ നമ്മളെല്ലാവരും കയറുന്ന കുറച്ചധികം സമയം 3-4 പ്രാവശ്യം വെയിറ്റർ വന്നിട്ട് എന്ത് വേണം തീരുമാനിച്ചെന്ന് ചോദിച്ചു. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്തോന്ന് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്ത സാധനം വരുന്ന ടൈം കൊണ്ട് നമ്മൾ 5-6 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഫോട്ടോസ് നമ്മൾ ഇതുപോലെ 4 പേര് നിന്നിട്ട് നമ്മൾ ടെൻറ്റിൽ സെൻഡ് ഓഫ് സംതിങ് അതിനെന്തോ നമ്മളൊരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു 4 പേരുടെ നിന്ന്. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ കുറേ നേരം ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ നിന്ന് പോസ് ഇതൊക്കെ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പാസ്ത, അതുപോലെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
കോൾഗേറ്റ് സ്ട്രോങ് ടീത്ത് മാറിയിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഫ്രഷും പല്ലുകളെ 2 മടങ്ങ്. അപ്പോൾ ഫുഡിനെ പറ്റി പറയുവാണെങ്കിൽ ഫുഡ് നല്ല ഫുഡായിരുന്നു. നമ്മൾ വിചാരിച്ച കണക്കല്ലേ ഈ സീ ഫുഡൊക്കെ ചില സ്ഥലത്ത് നമ്മൾ കഴിക്കുമ്പം ചിലപ്പോൾ ഇതാവത്തില്ലല്ലോ. പക്ഷേ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. 3 ഫുഡും കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഫുൾ ബദാമിൻ്റെ മരം ഇങ്ങനെ നമ്മളെ തണലായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂവ് അത്രയും എന്താ ഇവൾ തലയിൽ വെച്ചിട്ട് പോകുന്നു. പിന്നെ നമ്മളാരും അത് എടുത്തൊന്നും കൊടുത്തില്ല. അതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നു അപ്പോഴൊന്നും ഗൗരീനെയും പവീനെയും കാണത്തില്ല, പൊക്കം കുറവായതുകൊണ്ട്. അത് പറഞ്ഞ് അവർ തന്നെ സ്വയം ചിരിക്കായിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ സ്റ്റോറെല്ലാം കാണുന്നത്. അപ്പോൾ ഇവളിപ്പം പ്രമോഷൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ കിട്ടും. ഇതൊക്കെ തന്നെ ഇത് വേണം അത് വേണം ഇഷ്ടമായി. അപ്പം നമ്മൾ സ്റ്റോറെല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു. സ്റ്റോറിലുള്ള ഡ്രസ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോർമലി ഉള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലല്ല കൊടുക്കുന്നത്. നല്ല റേറ്റാണ്. ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഇതാക്കാൻ പറ്റിയ റേറ്റിനാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം നടന്ന് നമ്മൾ ലാസ്റ്റ് നമ്മളെ ഫൈനൽ സ്ഥലത്തെത്തി. നമ്മൾ എവിടെയാണോ കണ്ടുമുട്ടി അവിടെ എത്തി. അപ്പോൾ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ താഴെ ബീച്ചിലോട്ട് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം ഗൗരിയും നമ്മളെ ക്ലിഫും തന്നെ താഴോട്ട് വഴിയുണ്ട് താഴെ ഇറങ്ങാനായിട്ട്. അപ്പോൾ അതുവഴി അങ്ങനെ ഞാനും പവിയും സ്കൂട്ടി എടുത്തിട്ട് താഴോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഇതിന് ശേഷം നമ്മൾ താഴെ എത്തിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള അതെല്ലാം ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മളങ്ങനെ എല്ലാവരും വീട്ടിലോട്ട് തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ വന്ന വഴി സ്കൂട്ടിയിലും അവരതുപോലെ ഇവിടെ നിന്ന് ഓട്ടോയിൽ പോയിട്ട് അവിടെ നിന്ന് ബസ്സിലും ആയിട്ടാണ് പോകുന്നത്. അപ്പം പെട്ടെന്ന് കണ്ടെങ്കിലും ഒരുപാട് നാളത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ ടാറ്റ പറഞ്ഞു പോയി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. പക്ഷേ ഇങ്ങോട്ട് വന്ന കണക്കല്ലായിരുന്നു. തിരിച്ച് നമുക്ക് പോകാൻ നമ്മൾ അത്യാവശ്യം നല്ല പണിപ്പെട്ടു. കാരണം വൈകിട്ട് നല്ല ആളിങ്ങോട്ട് ബീച്ചിലോട്ടും ക്ലിഫിലോട്ടൊക്കെ പോകാൻ വരുന്ന ആളുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു സ്ഥലത്തിൽ നിന്നും തിരിച്ച് പോകാനായിട്ട് നമുക്ക് പറ്റിയത്. അത് വർക്കല ആ റൂട്ട് നമുക്ക് പോകാനായിട്ട് പറ്റിയത്. അങ്ങനെ നമ്മൾ പറയുമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാത്രമേ മാറിയിട്ടുള്ളൂ. നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ ഇപ്പോഴും ആ പഴയ 10th ക്ലാസ് പോലെ അത്രയും ഭയങ്കര ബോണ്ടായിട്ടാണ് നമ്മളിപ്പോഴും നിന്നത്. എല്ലാവരും കുറച്ചെങ്കിലും മാറ്റം പ്രതീക്ഷിച്ചാണ് പരസ്പരം. പിന്നെ ആദ്യമൊക്കെ കുറച്ച് ബിൽഡപ്പ് ഇട്ടൊക്കെ ഇരുന്നെങ്കിലും പിന്നീട് നമ്മളുടെ ഓരോരുത്തരുടെയും പഴയ ആ ഒരു സ്കൂൾ ലൈഫിലെ ക്യാരക്ടർ ഇങ്ങനെ പുറത്തു വന്നു. ഓരോരുത്തരുടെയും ലൈഫിലുണ്ടായ മാറ്റങ്ങൾ ഈ ഒരു 6 വർഷത്തിനിടയ്ക്ക്, അതുപോലെ നമ്മുടെ പഠിത്തം, ജോലി, അങ്ങനെ ഒരുപാട് ഇതെല്ലാം വന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഇതുപോലൊരു മീറ്റപ്പ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ 6 വർഷമായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പരസ്പരം കണ്ട ടൈമിൽ. അന്നേരം നമുക്ക് ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് അത് ആലോചിക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മീറ്റപ്പിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഗൗരിയായിരുന്നു. അപ്പോൾ ഗൗരിക്കൊരു വലിയ താങ്ക് യു ആണ് ഞാൻ പറയുന്നത്. കാര്യം ഇങ്ങനൊരു മീറ്റപ്പ് ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ഗായ്സ്.